നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ആഗോള വിപണിയിലെ പ്രതികൂല സാഹചര്യങ്ങളും വിതരണത്തിലെ പ്രശ്നങ്ങളും കാരണം പ്രകൃതിദത്ത റബ്ബറിൻ്റെ വില റെക്കോർഡിലെത്തി. അന്താരാഷ്ട്ര വിലക്കയറ്റം, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം എന്നിവയാണ് വിലക്കയറ്റത്തിന് കാരണം. അന്താരാഷ്ട്ര വിലയിലെ കുതിച്ചുചാട്ടത്തിൻ്റെ പിൻബലത്തിൽ ആഭ്യന്തര വിപണിയിൽ പ്രകൃതിദത്ത റബ്ബറിൻ്റെ വില വടക്കോട്ട് നീങ്ങി. എക്കാലത്തെയും ഉയർന്ന നിരക്കായ കിലോയ്ക്ക് 271 രൂപയിലെത്തി. വർഷത്തിൻ്റെ തുടക്കത്തിൽ ഉൽപ്പന്നത്തിൻ്റെ വില കിലോയ്ക്ക് 185 എന്ന നിരക്കിലായിരുന്നു. കോട്ടയത്ത് കിലോയ്ക്ക് 273 എന്ന നിരക്കിൽ ഇടപാടുകൾ നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. 2026 പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ റബ്ബർ വിലയിൽ സ്ഥിരമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. വർഷത്തിൻ്റെ തുടക്കത്തിൽ കിലോയ്ക്ക് 191 രൂപയായിരുന്ന ബാങ്കോക്ക് വിപണിയിലെ RSS-3 റബ്ബർ വില ഇപ്പോൾ 304 രൂപയായി ഉയർന്നിട്ടുണ്ട്. മഴ മൂലമുണ്ടായ വിതരണക്ഷാമം, അന്താരാഷ്ട്ര വിലയിലെ വർധനവ്, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ, അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം എന്നിവയാണ് വില ഉയരാൻ കാരണമെന്ന് ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് പറഞ്ഞു. കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു. മൺസൂണിൻ്റെ തുടക്കവും പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങളിലെ തുടർച്ചയായ മഴയും ടാപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചു. ഇത് റബ്ബർ ഷീറ്റുകളുടെ വരവ് കുറയാൻ കാരണമായി. വിപണിയിൽ എത്തുന്ന അളവ് പ്രധാനമായും ഡീലർമാരുടെയും കർഷകരുടെയും കൈവശമുള്ള സ്റ്റോക്കുകളിൽ നിന്നാണ്. ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളിൽ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുവഴി വിപണിയിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനും നിലവിലെ വില നിലവാരം കാരണമാകുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പ്രധാന റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളെയും പ്രതികൂല കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. കനത്ത മഴയും വാർഷിക ശൈത്യകാലവും ചേർന്നതോടെ ടാപ്പിംഗ് ദിവസങ്ങളിൽ ലാറ്റക്സ് വിളവും കുറഞ്ഞു. ഇത് ലഭ്യത കുറയുന്നതിനും വില ഉയരുന്നതിനും കാരണമായി. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സംഘർഷങ്ങൾ കാരണം അസംസ്കൃത എണ്ണയുടെ വിലയിലെ വർധനവ് വ്യാപാരത്തെയും ലോജിസ്റ്റിക്സിനെയും തടസ്സപ്പെടുത്തി. പെട്രോളിയം അധിഷ്ഠിത ഉൽപ്പന്നമായ സിന്തറ്റിക് റബ്ബറിൻ്റെ വില വർദ്ധിപ്പിച്ചു. തൽഫലമായി നിർമ്മാതാക്കൾ കൂടുതലായി പ്രകൃതിദത്ത റബ്ബറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ആവശ്യകത വർദ്ധിപ്പിക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് വാഹന വിഭാഗം ഉൾപ്പെടെയുള്ള ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ നിന്നുള്ള ശക്തമായ ആവശ്യകതയും വില വർധനവിന് കാരണമായി. വർഷങ്ങളായി ഉൽപ്പാദനവും ഉപഭോഗവും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉപഭോഗം തുടർച്ചയായ ഉൽപ്പാദനത്തെ കവിയുന്നു. പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളുടെ അസോസിയേഷൻ്റെ ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്ക് റിപ്പോർട്ട് അനുസരിച്ച് 2026 ആഗോള പ്രകൃതിദത്ത റബ്ബർ ഉൽപ്പാദനം 2.2% വർദ്ധിച്ച് 15.32 ദശലക്ഷം ടണ്ണായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ആഗോള ഉപഭോഗം 1.4% വർദ്ധിച്ച് ഏകദേശം 15.60 ദശലക്ഷം ടണ്ണായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് തുടർച്ചയായ വിതരണ കമ്മിയെ സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ഉടനെ എത്താം.